ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗോതമ്പ് കൊണ്ടുള്ളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവിയത് ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ശർക്കര ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചിരവിയിട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമ്മളെടുത്ത തേങ്ങയ്ക്കനുസരിച്ചും ശർക്കര ഇതുപോലെ ചിരവിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിതുപോലെ ഒന്നും പിന്നെ അതിൻ്റെ ഒരു കാൽ ഭാഗവും കൂടിയും ഞാൻ ഇതിലേക്ക് ചിരവിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയില്ലെങ്കിൽ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളെങ്ങനെയാണോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അതുപോലെ ചെയ്താൽ മതിയേ. ഇനി ഇത് ചെറു ചൂടിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പം ഞാൻ കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ വലിപ്പത്തിൽ കനം കുറച്ച് പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് 2 സ്പൂണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മടക്കി ഒന്ന് കൈകൊണ്ട് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ 2 3 ആദ്യം ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു പാനിൽ 2 3 ഒക്കെ ചുട്ടെടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യം ഇത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട്. ഇനി നമുക്കിത് ചൂടായ തവയിലേക്ക് വെച്ച് കൊടുക്കാം. ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ആദ്യം ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും വെന്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് വേവ് ചൂടെത്തിയിട്ടുണ്ടായില്ല. അത് നമുക്കൊന്ന് കുത്തനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ മതി. എങ്കിൽ നമുക്ക് അടിഭാഗം ഒന്ന് വെന്ത് കിട്ടും. പിന്നെ അടിഭാഗവും അതുപോലെ വക്കും ഒക്കെ ആയിരിക്കും ഒന്ന് വെന്ത് കിട്ടാൻ പ്രയാസം ഉണ്ടാവുക. അപ്പം നമുക്കിതുപോലെ ഒന്ന് ചാരി വെച്ച് കൊടുക്കാം.
അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഗോതമ്പ് അട തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധിക പേർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കുട്ടികൾക്കായാലും ചപ്പാത്തി കഴിക്കാനൊക്കെ മടിയുള്ളവർക്കും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.